ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവള് അർച്ചനയുടെ തനി പകർപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന്. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആശുപത്രി ചെന്നില്ലെങ്കിൽ ആകെ കുഴയല്ലോ. അയ്യോ, അത് പറ്റില്ല. വേഗം പോയേ പറ്റൂ. ആശുപത്രിയിലെ കാര്യോ? ആ, സന്ധ്യ വന്നെന്ന് തോന്നുന്നു. നിങ്ങള് അവന്റെ കൂടെ പൊയ്ക്കോ. അല്ല, നിങ്ങളെല്ലാരും കൂടി എങ്ങോട്ട് പോവാ? ഞങ്ങളെല്ലാരും കൂടിയല്ല, നിങ്ങളെല്ലാരും കൂടിയാ പോകുന്നേ. ഞാനോ? എങ്ങോട്ട്? അതൊക്കെ പറയാം. നിന്റെ വണ്ടിയുടെ താക്കോലിങ് വന്നേ. താടാ. എന്നാ ശരി, പോട്ടെ വെച്ചാ. എന്താ? കമലെന്താ അന്തം വിട്ട് നോക്കുന്നത്? അല്ല, അത് ഞങ്ങളെല്ലാരും കൂടി വന്നോണ്ടാണോ? അല്ല, ഇങ്ങോട്ട് വരുമെന്ന് ആരും വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, വാ ചെയ്തോട്ടെ, ഇരിക്കെ. വാ മക്കളെ, വാ. ഇരിക്കും മക്കളെ. ഇങ്ങോട്ട് വരുന്ന കാര്യം തന്നെ അച്ഛൻ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അച്ഛനും ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കണ്ടേ? അർച്ചനയും കുഞ്ഞും എവിടെ? അവളകത്തുണ്ട്. ഇവര് പറഞ്ഞു നേരാ, അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറച്ചില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, അപ്പോ അച്ഛനും അനൂപെണ്ണും ഇവിടെ? ഉടനെ വരാന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പുറത്തോട്ട് പോയതാ. എന്താ നമ്മളെ കരയുന്നേ? വാ, നമുക്ക് അർച്ചന എടുത്തി പോയി കാണാം. ഞാൻ കൊച്ചിനെ കിടത്തിട്ട് വരാം. ദേ ഏട്ടത്തി വന്നല്ലോ. അച്ഛാ, അർച്ചനേട്ടത്തി, ഇത് വലിയൊരു സർപ്രൈസ് ആണല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ചിങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അതെങ്ങനെയാ? അച്ഛന് കുഞ്ഞിനെ കാണാതെ അവിടെ ഇരിക്കാൻ പറ്റണ്ടേ? പിന്നെ എന്റെ കൊച്ചുമോളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. മോളെ, കുഞ്ഞോളെ. ഓ, എഞ്ചോടെ കുഞ്ഞോളെ, ആരെ നോക്കുന്നേ? ഇവള് അർച്ചനയുടെ തനി പകർപ്പാണെന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. ഓ വാടാ മോളെ. സത്യം പറഞ്ഞ അർച്ചനയും കുഞ്ഞിനെയും നെല്ലിശ്ശേരിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നവരെ എനിക്കൊരു സമാധാനമില്ല. അച്ഛാ, അച്ഛനെന്തിനെ ടെൻഷൻ അടിക്കുന്നേ? അർച്ചനടുത്തി കുഞ്ഞും അവരുടെ സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നേ? അപ്പോ നെല്ലിശ്ശേരി സ്വന്തം വീടല്ലേ? ഇനി അതിനെക്കുറിച്ചൊരു തർക്കം വേണ്ട.
ഈ വീടും നെല്ലിശ്ശേരി വീടും എനിക്ക് ഒരുപോലെ തന്നെ. അതിനേക്കാളും ഒക്കെ മുകളില അച്ഛനോടുള്ള എന്റെ സ്നേഹം. പക്ഷെ എന്തിയാന, എന്തായാലും 3 മാസമെങ്കിലും എനിക്കിവിടെ നിന്നല്ലേ പറ്റുള്ളൂ. 3 മാസോ? അത് ഒരുപാട് കൂടിപ്പോയില്ലേ? അർച്ചനേട്ടത്തിയുടെ ആരോഗ്യം നോക്കണ്ടേ? അത് നെല്ലിശ്ശേരി വന്നാലും നോക്കാലോ. അവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണമെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേക ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്യാം. അതൊന്നും വേണ്ട അച്ഛാ. കുറച്ച് ദിവസങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ ഞാനിങ്ങ് വരില്ലേ? പിന്നല്ലാതെ. അല്ല, സച്ചേട്ടൻ എന്താ വരാതിരുന്നേ? അവന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ ഒരുമിച്ച് വരാൻ ഇറങ്ങിയതാ. അപ്പോഴാ അവനെന്തോ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്. ഹോസ്പിറ്റലിൽ എന്താ അത്യാവശ്യം? അവന്റെ ഏതോ ഒരു കൂട്ടുകാരൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും. സച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ ഏട്ടത്തി. അപ്പോഴാ ആരുടെയോ ഫോൺ വന്നത്. ഇവര് എല്ലാരും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ഇവരൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് എത്താന്നാ സച്ചേട്ടൻ പറഞ്ഞത്. ഇനി ഇത് കുടിച്ചിട്ട് സംസാരിക്കാം. കൊടുക്ക്. വേണ്ട. അങ്കിളെ, കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ജ്യൂസ് എടുത്ത് കുടിച്ചേ. മോള് ജ്യൂസ് അവിടെ വെച്ചാ മതി, ഞാൻ പിന്നെ കുടിച്ചോളാം. ആദ്യം ഞാനിവിടെ കുറച്ചേരം എടുക്കട്ടെ. കണ്ട മോളെ, സേതുവേട്ടൻ കൊച്ചിനെ എടുത്തപ്പം എല്ലാ അസുഖവും പോയി. ആ, എന്തായാലും എല്ലാരും കൂടി ഒരുമിച്ച് വന്നല്ലേ, നമുക്ക് നല്ല ഒന്നാന്തര സദ്യ ഉണ്ടാക്കിയാലോ? ആ, അങ്ങനെയാണെങ്കിൽ പായസവും വേണം. പിന്നെന്താ, അതൊക്കെ ഞങ്ങളേറ്റു. വാ മോളെ, നിങ്ങൾ അങ്ങോട്ടിരിക്കും.